കഴിഞ്ഞ ആഴ്ച അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയായിരുന്നു. ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് നമ്മളിപ്പോൾ 1 2 3 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ 1 2 3 ഫോമായിട്ടാണ് എഴുതാൻ. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. എ സീക്വൻസ് സ്റ്റാർട്ടിങ് with a number and proceeding by adding one number again and again is called arithmetic sequence. ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടി പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. പിന്നെ നമ്മൾ CD പറഞ്ഞായിരുന്നു കോമൺ ഡിഫറൻസ്. അത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് ഉണ്ട്, സപ്പോസ് 1 2 3 എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണെങ്കിൽ അതിനകത്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഈ സീക്വൻസ് നോക്കിയേ, 10 13 16 19 22. ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ അല്ല, സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 13 മൈനസ് 10 3 വരും. 3 ആണ് കോമൺ ഡിഫറൻസ്. അത് അങ്ങനെ തന്നെ 3 വെച്ചാൽ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് 16 മൈനസ് 13 3, 19 മൈനസ് 16 3, 22 മൈനസ് 19 3. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു കണക്കാണ്. റിമൈൻഡർ 1 വരുന്നു 3, അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ 1 വരുന്ന ആ ഒരു സീക്വൻസ്. അതിനകത്ത് നോക്ക്, 3 × 0 + 1 ഫസ്റ്റ് നമ്പർ വന്നു, 3 × 1 + 1 സെക്കൻഡ് നമ്പർ, 3 × 2 + 1 തേർഡ് നമ്പർ. അങ്ങനെയാണ് അതിനകത്ത് പോയിരിക്കുന്നത്. ഇതിനകത്ത് കോമൺ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 3 ആണ്. 4 - 1 3, 7 - 4 3. അങ്ങനെയാണ് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മൾ ചെയ്തതാണോ പിള്ളേരെ? ചെയ്തില്ല? എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് ഇതൊട്ട് ചെയ്തു പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി. നമ്മൾ ഇതിൻ്റെ ഈ കുറച്ച് 6 ഇത് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഇതൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ, ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ്. നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? Natural numbers leaving remainder 1 on division by 4. നാച്ചുറൽ നമ്പേഴ്സ്, കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 on division by 4. സോ ഫസ്റ്റ് നമ്പർ 1 ആയിരിക്കും. അടുത്തത് ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 5 എടുത്തു, 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. സോ നെക്സ്റ്റ് നമ്പർ 4 ആണ്. അടുത്ത എത്രയായിരിക്കും? സോറി 4 അല്ല, 5. അടുത്ത എത്രയായിരിക്കും? ഈ നമ്പർ 5. അടുത്ത എത്രയായിരിക്കും? 9 എടുക്കുക. ഉണ്ടോ? 1 കിട്ടി. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇത്ര ഒന്നുമില്ല, ഈ 1ൻ്റെ കൂടെ 4 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. ഇതൊരു എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിനകത്ത് കോമൺ ഡിഫറൻസ് CD എത്രയാണ്?
5 മൈനസ് 1 ഈക്വൽ 4. 4 ആണ് കോമൺ ഡിഫറൻസ്. എഴുതിയെടുത്തോ, സിമ്പിൾ കണക്കാ. അടുത്ത് നോക്കിയടാ, നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. സെയിം തന്നെ, പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് 1 കിട്ടി, 2 കിട്ടി. ബിക്കോസ് അതിനെയാണല്ലോ ഇത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇനി അടുത്ത എത്ര ആയിരിക്കും? 5 ഉണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി പറഞ്ഞു 5നെ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. റിമൈൻഡർ 1 ആവാം അല്ലെങ്കിൽ 2 ആവാം. സോ 1 കിട്ടുന്ന റിമൈൻഡർ ഉള്ളത് 5 ഉണ്ട്. അടുത്ത എത്ര ആയിരിക്കും? 2 വെച്ച് നോക്കാം. 2 റിമൈൻഡർ കിട്ടണം. 2 റിമൈൻഡർ വരുമ്പോഴത്തേക്കും അടുത്ത നമ്പർ 6 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ റിമൈൻഡർ 2 കിട്ടി. സോ 6 ഉണ്ട്. പിന്നെ എത്ര ആയിരിക്കും? ഇനി 5ൻ്റെ അപ്പുറത്ത് വരുന്ന 9 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, എക്സെട്ര. സോ ഇവിടെ നമ്മൾക്ക് CD കണ്ടുപിടിക്കാൻ പറ്റുമോ? ആദ്യത്തെ നമ്പറെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 1 വന്നു. തേർഡ് ടേം 5 മൈനസ് 2 3 വന്നു. ഇവിടെ കണ്ടോ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസ് ആണല്ലോ കോമൺ ഡിഫറൻസ്. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എത്ര പിള്ളേരെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 അങ്ങനെ പോകും. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. സോ ഇതാണ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇതിന് അത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? 4 മൈനസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 മൈനസ് 1 3, 9 മൈനസ് 4 5. ഇപ്പം തന്നെ മനസ്സിലായി 3 നോട്ട് ഈക്വൽ ടു 5 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. എഴുതുക, എഴുതിക്കോ അരിത്തമെറ്റിക് സീക്വൻസ്. എഴുതിയെടുത്തോ, സ്പീഡ് കൂടുതലാണ് പറയണേ. കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ് അത് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിട്ട് എഴുതത്തില്ലേ, 1/2. 1ന്റെ റെസിപ്രോക്കൽ 1/1, അത് 1 തന്നെയാണ്. 1/2, 1/3. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 ആണല്ലോ ഇതിന്റെ. ഹലോ, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നിങ്ങൾക്ക് എന്താ കിട്ടിയേ?
കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? 1 മൈനസ് 1/2 1/2 തന്നെ വരും. അടുത്തത് 1/3 മൈനസ് 1/2 എന്താണേലും മൈനസ് ആയിരിക്കും വരിക അല്ലേ? നമുക്ക് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 മൈനസ് 2/6 മൈനസ് 1/6 വരും. സോ മൈനസ് ആണ്. സോ ഇത് രണ്ടും നോട്ട് ഈക്വൽ, അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്തത് പവർ ഓഫ് 2. ഞാൻ എഴുതുന്നൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? രണ്ടെണ്ണം മിണ്ടത്തില്ല. ഞാൻ എഴുതുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ആൻസർ പറയാട്ടോ ഇടയ്ക്കൊക്കെ. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മടുപ്പാവും. ആ 2ന്റെ പവർ നിങ്ങൾ തന്നെ പറ. ചാറ്റ് ബോക്സിലാണേലും ഇട്. Two raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, etc. 2 raised to any number raised to 0 is 0 ആണോ 1 ആണോ? ചാറ്റ് ബോക്സ് ഇട്. Number raised to 0 is 1. So 2, 4, 8. CD 1, 2 minus 1, 1, 4 minus 2, 2. അടുത്തത് 8 minus 4. അതെന്താണല്ലോ 4 വരും. കോമൺ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്. സോ നോട്ട് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. എഴുതിയെടുത്താ? എഴുതാം. നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ആദ്യം നമുക്ക് ഓഡ് നമ്പർ എഴുതാം. ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് വരുന്നത് 1, 3, 5, 7 ഒക്കെയാണ് ഓഡ് നമ്പേഴ്സ് വരുന്നത്. ഇതിൻ്റെ ഹാഫ്, ഒന്നിൻ്റെ ഹാഫ് അര 1/2, ഇതിൻ്റെ ഹാഫ് 3/2, അടുത്തതിൻ്റെ ഹാഫ് 5/2, 7/2. ഇനി ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം, അതായത് ഇത് മൈനസ് ഫസ്റ്റ് ടേം. ഇത് എത്ര വരും? 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1/2 - 1
3യിൽ നിന്ന് 1 പോയാൽ അടിയിൽ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. 3യിൽ നിന്ന് 1 പോയാൽ 2. 2/2 ഈക്വൽ 1 കിട്ടി. അടുത്തതോടെ നമുക്ക് ചെയ്ത് നോക്കാം. സെയിം ആണെന്ന് അറിയണ്ടേ. 5/2 മൈനസ് 3/2. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 കിട്ടും. അതും 2/2 വന്നു, 1 വന്നു. സോ കോമൺ ഡിഫറൻസ് സെയിം ആണ്. Therefore it's an arithmetic sequence. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എത്ര പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്, അതിനകത്ത് എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ഇത് നിങ്ങൾ പറ. ദക്ഷിൺ, എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് ഓരോ പിക്ചറിലും? രണ്ടാമത്തെ ചോദ്യം 4. അടുത്തത് 8. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണോ? അതെ. എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടിയത് 2, 4, 6, 8 എക്സെട്ര ആണ്. സോ 4 മൈനസ് 2 2 കിട്ടി, 6 മൈനസ് 4 2 കിട്ടി, 8 മൈനസ് 6 2 കിട്ടി. സോ കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ടൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണത്. ഇങ്ങനെ വേണം എഴുതാനേ. അടുത്തത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ഇനി എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ആദ്യത്തേലൊന്നുമില്ല, 0 0. രണ്ടാമത്തേല് ഒരെണ്ണം. മൂന്നാമത്തേൽ എത്ര എണ്ണം ഉണ്ട്? മൂന്നാമത്തേല് ഇത് ആദ്യത്തെ ഇത് 4 കൂട്ടിയ ഒരു സ്ക്വയർ, ഇത് 4 കൂട്ടിയ അടുത്ത സ്ക്വയർ. സോ അടുത്തതില് 2, ഈ ലാസ്റ്റ് വണ്ണില് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഏടാ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? -0. അതെ, കറക്റ്റാ. 2 മൈനസ് 1 1, 3 മൈനസ് 2 1. ഇതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്. ഓരോ പിക്ചറിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളത് അതാണ് അടുത്തത്. ഇതിൽ 2, ഇതിൽ 4, ഇതിൽ 1 2 3 4 പ്ലസ് ഈ വലുത് 5. അപ്പം എഴുതിപ്പോവാം.
2 5. ഇതിൽ കുഞ്ഞത് തന്നെ സ്മോൾ സ്ക്വയേഴ്സ് 6 എണ്ണം, വലുത് 2 എണ്ണം. സോ 8. പിന്നെ മറ്റേതിൽ 8 എണ്ണം വലുതുണ്ട്, പിന്നെ 3 എണ്ണം 8 എണ്ണം ഈ കുഞ്ഞതുണ്ട്, 3 എണ്ണം വലുതുണ്ട്. സോ 11. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നോക്കണം. CD 3 8 മൈനസ് 5 3 11 മൈനസ് 8 9 10 11 3 അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഞാനിപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാതെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിലൊന്ന് പടം വരയ്ക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കട്ടെ. ഓക്കെ, എടാ ഈ നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത് ടോപ്പ് ഓഫ് ഈച്ച് വെപ്പൺ നെക്സ്റ്റ് വെപ്പൺ. ഓക്കെ, ഷോ ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഈ റെഡ് ലൈൻ, ഇത് വെച്ചിട്ട് ഇതൊരു സീക്വൻസ് ആണോ അല്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. സോ ഫസ്റ്റ് എക്സ്, ഈ ഹൈറ്റ് ഉണ്ടല്ലോ ഇത് വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതേ ഹൈറ്റ് തന്നെയാണ് മേളിലോട്ട് കൂടിയേക്കുന്നത്. അപ്പം ഇത് എക്സ്, ഇവിടം വരെ എക്സ് ഉണ്ട്. അടുത്തത് എക്സ് പ്ലസ് വൈ, ഇതും വൈ തന്നെയാണ് മേളിലോട്ട് കൂടിയേക്കുന്നത്. സോ എക്സ് പ്ലസ് 2y, ഇത് എക്സ് എക്സ് പ്ലസ് വൈ, എക്സ് വൈ വൈ, എക്സ് പ്ലസ് 3y, പിന്നെ അടുത്ത എക്സ് പ്ലസ് 4y. ഇതിൽ സി ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്. അതായത് ഈ എക്സ്, ഈ ടേമിന് ഇത് സെക്കൻഡ് ടേം, ഇതിന് ഇത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതും ഇതും ക്യാൻസലായി പോവും, വൈ കിട്ടും. അടുത്ത സി ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y മൈനസ് എക്സ് മൈനസ് വൈ. ഈ പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസലായി പോവും. 2x മൈനസ് വൈ, അല്ല സോറി 2y മൈനസ് വൈ. 2y, 2 വൈയിൽ നിന്നും 1 വൈ പോയാൽ മിച്ചം 1 വൈ ഉണ്ടാവും. സോ നമുക്ക് കോമൺ ഡിഫറൻസ് രണ്ടിടത്തും വന്ന്, മീൻസ് നമ്മൾ 2 ടേം മൈനസ് ചെയ്തപ്പോഴും കിട്ടിയത് എത്രയാണ്? വൈ തന്നെയാണ്. കോമൺ ഡിഫറൻസ് ഉണ്ട്, വൈ ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് വൈ ആണ്. സോ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എഴുതിക്കോ.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. പൊസിഷൻ ആൻഡ് റിട്ടേൺ. ഓക്കെ, അത് എഴുതിയില്ലായിരുന്നോ? അടുത്ത് നോക്കിയേ, നമ്മൾ പറയുവാണ്, നമുക്ക് മനസ്സിലായി ഒരു ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ അടുത്ത ടേം കിട്ടും, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് വീണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ടേം കിട്ടും. സോ ഇപ്പൊ 1 എന്ന് പറയുന്നത് ഇവിടെ 11 ഉണ്ട്. ഇപ്പൊ ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്നാ ചെയ്യണടാ? അതായത് ഒന്നാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേമിലോട്ട് പോകാൻ വേണ്ടി ഒന്നാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേമിലോട്ട് പോകാൻ വേണ്ടി 2 തവണ കോമൺ ഡിഫറൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്ക്. 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്താണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ നടുക്ക് വരുന്ന കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ഇവിടെ ഒരു സി ഡി കൂട്ടി പ്ലസ് ഇവിടെ ഒരു സി ഡി കൂടി കൂട്ടിയിട്ടുണ്ട് ഈ 2 നമ്പറിലോട്. അപ്പോൾ നമ്മൾ എന്ത് 11 മൈനസ് 1 10 കിട്ടി. അതായത് നമുക്ക് കോമൺ ഡിഫറൻസ് ഈ ഇതിനോട് ഇതിൻ്റെ പകുതി ബൈ 2, 2 നമ്പേഴ്സ് ആണല്ലോ, 5. 1 + 5 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ വരും. പ്ലസ് കോമൺ ഡിഫറൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത്, 5 ചെയ്തു, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടി 6. 6 + 5 ചെയ്തു, കിട്ടി 11. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല നിങ്ങൾ ഓർത്തോ, 10, 20 എന്ന് പറഞ്ഞൊരു നമ്പേഴ്സ് എത്തോ, 10, 20, 30. സോ ഈ 20 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്ത് 30 - 10 കുറച്ചാൽ മതി ഇല്ലേ? ഇനി നമുക്ക് 10, ഇവിടെ 20 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഈ നടുക്കത്തെ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെയോട്ട് കോമൺ ഡിഫറൻസ് ഒരു തവണ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. കോമൺ ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ 10 ആണ്, 10 ഒരു തവണ കൂട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടും. ഇതിനോട് വീണ്ടും 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അവിടുന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് 10 കൂട്ടിയാണ് ഈ 40 കിട്ടുന്നത്. മനസ്സിലായോ? ഒരു കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ടതാണ്. നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കണക്ക്. ആദ്യത്തെ 1, 2, 3 ഞാൻ ചെയ്യും, ബാക്കി 3 നിങ്ങൾ ചെയ്യണം. ഓക്കെ, സീക്വൻസ് ചെയ്താ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയില്ലല്ലോ. 24, 40 2 നമ്പർ, 24, 40 2 നമ്പർ. അതിന് നമുക്ക് സി ഡി കണ്ടുപിടിക്കാം. 40 - 24 എത്ര വരും? 18 അല്ലേ? ആയിട്ടത് 42 ആയിരുന്നല്ലേ? അല്ല സോറി ഞാൻ എഴുതിയത് 40. സോറി 42 ഫസ്റ്റ് നമ്പർ, 24 പിന്നെ 42. ഓക്കെ, സി ഡി കണ്ടുപിടിക്കുക. സി ഡി കണ്ടുപിടിക്കുമ്പോൾ 42 - 24 18 അല്ലേ വരുന്നത്? കുറച്ച് നോക്കണം. അപ്പം ശരിയല്ലേ? ഞാൻ എഴുതിയ നമ്പർ മാറിപ്പോയതാ. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് ഓർത്തോണം കേട്ടോ, എടുത്തെഴുതുന്ന സാധനം തെറ്റിക്കരുത്. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത തേർഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 42 കൂടെ +80 ചെയ്താൽ മതി. അപ്പം എത്ര വരും? 60. കറക്റ്റ് ആട്ടോ പറഞ്ഞത്. അടുത്ത എത്ര വരും? 78 വരും. +80 ചെയ്താൽ മതി. ഇനി ഇതാണ് ഒന്നാമത്തത്. നമുക്ക് അടുത്ത് ചെയ്യാം.
24 ഇവിടെ, 42 ഇവിടെ. ഇവിടുത്തെ 2 നമ്പർ കണ്ടുപിടിക്കണ്ടേ. നമുക്ക് CD അറിയാം 18. അത് ഈ 24 നിന്ന് മൈനസ് ചെയ്യണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി 24 മൈനസ് 18 ചെയ്താൽ മതി. 24 മൈനസ് ചെയ്യുമ്പോൾ 6. ഇനി ഇതിൻ്റെ കൂടെ 42ൻ്റെ കൂടെ 18 കൂട്ടുമ്പം 60 വരും. ഓക്കെ, നമ്മൾ 2 നമ്പേഴ്സും കണ്ടുപിടിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ 42, 24, 42 ഇതല്ലേ നോക്കട്ടെ. യെസ്, ഫ്രണ്ടിൽ 2 നമ്പർ ഇല്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെയും ഇത് തമ്മിൽ കുറയ്ക്കുമ്പം CD കിട്ടും. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 18 കിട്ടി. 24ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ 6. വീണ്ടും അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് 6 മൈനസ് 18 ചെയ്യണം. എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. 18ൽ നിന്ന് 6 പോകണം. 2, 12 കിട്ടി. എന്നിട്ട് വലുതിൻ്റെ വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈനാണ് നമ്മൾ കൊടുക്കണം. വലിയ നമ്പർ 18 ആണ്, 18ൻ്റെ സൈൻ കൊടുക്കണം. -12 ഓർത്തോണേ. നമ്മൾ 10 മൈനസ് 20 കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ഉറപ്പിക്കുക. അപ്പോൾ വലിയത് ഏതാണോ അതിൽ നിന്ന് കുറയ്ക്കുക. അതായത് മൈനസ് എടുത്ത് വെളിയിടുക. എന്നിട്ട് 20ൽ നിന്ന് 10 കുറയ്ക്കുക. എന്നിട്ട് മൈനസ് ഇട്ട് -10 വരും. മനസ്സിലായോ? ഇത് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചതാണ്. ഓക്കെ, ഞാൻ 3 എണ്ണം ചെയ്തു. അടുത്ത 3 എണ്ണം നിങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. ഇത് 3 എണ്ണം ചെയ്യുക. 4, 5, 6. തിങ്കളാഴ്ച രാവിലെ നമുക്കിത് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെന്നം പിന്നം ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഇതൊക്കെയുണ്ട്. ഇത് പക്ഷേ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ചെയ്ത് പഠിച്ചാൽ രക്ഷപ്പെടും. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അയ്യോ, ചാറ്റ് ബോക്സിൽ എന്താ ഇട്ടേ? 0. അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എപ്പോൾ ഇട്ടാണാവോ? റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1/2, 1/3 അതാണ്. ഇതിന് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ.